ചേട്ടാ പിന്നെ എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. എനിക്കൊരു ഫ്രണ്ടുണ്ട്, അവൾക്ക് അഭിനയിക്കാൻ നല്ല ടാലൻറ്റാണ്. ഞാൻ ചേട്ടൻ ഇന്നലെ വാട്സപ്പിലൊരു ഫോട്ടോ വെച്ചാൽ അതൊക്കെ നേരിട്ട് കാണുമ്പോൾ പറയാം. ഈ ഷോർട്ട് ഫിലിമിന് വേണ്ടി തുടങ്ങിയ സുധിയുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഞങ്ങളുണ്ടായിരുന്നു. ആ ഇപ്പൊ മനസ്സിലായി. സുദീപ് ഉണ്ടല്ലോ, ആ ഊടായ്പിന്റെ ഉസ്താദാ. ഞാൻ ഉള്ളത് പറയാം, ഇനി എന്നെ ശല്യപ്പെടുത്തരുത്. പക്ഷെ സുധിയുടെ കെയർ വിളിച്ചെന്നാ പറഞ്ഞത്. അങ്ങനെ അങ്ങ് പോയാലോ മോളെ. അതും പോരാത്തതിന് പിന്നെ എൻ്റെ പെണ്ണിനോടായി നിന്റെ ആഭാസത്തരം. ശരത്തിന് ബാംഗ്ലൂർ പുതിയ ജോലി സെറ്റായി. ഇന്നലെ അവൻ എന്നെ വിളിച്ചിരുന്നു. അവൻ്റെ സംസാരത്തിൽ എന്തൊക്കെയാണ് മണക്കുന്നുണ്ട്. അവൻ ഈ ഫീൽഡ് ഉപേക്ഷിച്ച പറ്റില്ല. അവൻ രക്ഷപ്പെടറ. നമ്മുടെ കൂടെ നടന്ന ലൈഫ് കളയണ്ടെന്ന് വിചാരിച്ചു. എന്താടാ ചിരിക്കുന്നത്? അല്ല, ഇലയ്ക്ക് മുള്ളിനും കേടുപറ്റാതെ ആറ്റുനോറ്റ് കൊണ്ടു നടന്ന യവന സുന്ദരിയല്ലേ അവനെയും തേച്ച് ഗുഡ് ബൈ പറഞ്ഞു പോയത്. ഇപ്പം അവൻ്റെ ഒരു അവസ്ഥ നോക്കണേ. അങ്ങനെ സുധിയുടെ ഗതി അതോ ഗതി. അടുത്ത പണി നമ്മൾ കൊടുക്കും മുന്നേ അവൻ്റെ സ്വന്തം കാമുകി തന്നെ കൊടുത്തില്ലേ നല്ല 8ന്റെ പണി. പിന്നെ അവൾക്ക് ചാൻസ് കൊടുക്കാന്ന് പറഞ്ഞ് പറ്റിച്ച അവളത് സഹിക്കൂ. അവൾ അവൻ്റെ കൂടെ കൂടിയത് അവൾ ആവശ്യത്തിനാണ്. അവൾക്ക് അവസരം കിട്ടുന്നവരെ ഒന്ന് പ്രണയം നടിച്ച് നടക്കണം. അവസരം കിട്ടാതെ വന്നപ്പോൾ അവൾക്ക് മനസ്സിലായി അവനെ കൊണ്ടൊരു ഉപയോഗമില്ലെന്ന്. അല്ലെങ്കിലും ഈ ഫീൽഡിൽ ഈ സ്നേഹത്തിനൊക്കെ എന്ത് പ്രാധാന്യം. സ്വന്തം കാര്യം നേടാനായി ചില അഡിസ്മെന്റ്, അത് കഴിഞ്ഞാൽ സ്വന്തം കാര്യം ചിന്താവാ. മറ്റൊരുത്ത എന്തോ അവസരം കൊടുക്കാന്ന് പറഞ്ഞപ്പോഴല്ലേ അവൾ അവൻ്റെ ഒപ്പം ചാടിപ്പോയത്. അതിനി എന്താവോ എന്തോ. അവള് പോയതിന്റെ വിഷമം കൊണ്ട് അവനിപ്പോൾ ഫുൾ ടൈം വെള്ളമാണെന്നാണ് ഞാൻ അറിഞ്ഞത്. അത് പോരളിയാ, അവനെ വെള്ളം കുടിപ്പിച്ച് കിടത്തണം. അവൻ നമുക്കിട്ട് താങ്ങിയതൊക്കെ നമുക്കങ്ങനെ മറക്കാൻ പറ്റില്ലല്ലോ. അതിന് തിരിച്ച് നമുക്കൊരു മുട്ടം പണി അവന് കൊടുക്കണം. ശരത്ത് പോണ ഈ പോട്ടറ ചങ്ക് പറിച്ചിരുന്ന കൂട്ടുകാരന്മാർ ഇനിയില്ലേ നമുക്ക്. നീ അവന്മാരെ വിളി. സുധി, നാളെ ഒരു പടത്തിൻ്റെ ഓഡീഷനുണ്ട്, പോയൊന്ന് അറ്റൻഡ് ചെയ്യണേ. ഒരു പോലീസ് വേഷത്തിൻ്റെയാ, അതുകൊണ്ട് മുടിയൊക്കെ വെട്ടി ഷേവൊക്കെ ചെയ്ത് റെഡിയായി വേണം പോകാൻ. പോലീസിൻ്റെ യൂണിഫോം എവിടെന്നെങ്കിലും കിട്ടുമെങ്കിൽ അതും കൂടി സംഘടിപ്പിച്ചോളൂ. ചെന്നിട്ട് കൺട്രോൾ സജ്ജം പറഞ്ഞിട്ടാണ് വന്നതെന്ന് പറയണം. ചിലപ്പോൾ ഭാഗ്യമുണ്ടെങ്കിൽ കിട്ടും. ഇതൊക്കെ ജെനുവിനാണോടാ? ചുമ്മാ ഫോട്ടോ എടുത്ത് കൊടുത്തിട്ട് വല്ല പ്രയോജനം കാണും? നീ ഡയലോഗ് അടിക്കാതെ ഫോട്ടോ എടുക്കടാ. അല്ല, ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ. ഈ കാസ്റ്റിംഗ് ആളൊക്കെ എല്ലാം വിശ്വസിക്കാനൊന്നും പറ്റില്ല. ചിലതൊക്കെ ഉടായിപ്പാ.
നിങ്ങളായിരുന്നു എടാ എനിക്ക് തോന്നി നീയൊക്കെ ആയിരിക്കുമെന്ന്. എത്ര നാളായടാ നിന്നെയൊക്കെ കണ്ടിട്ട് നേരിട്ട് കാണാഞ്ഞിട്ട് പോലും ഒന്ന് ഫോൺ ചെയ്യുമല്ലോ അളിയന്മാർ. നിന്റെയൊക്കെ ചങ്ക് സ്ഥലത്ത് ബാംഗ്ലൂർ പോയി സെറ്റായി. അവൻ എന്തായാലും നല്ല ബുദ്ധി തോന്നിച്ചു. നീയൊക്കെ എപ്പോഴും സിനിമയിൽ വർക്ക് ചെയ്യുന്നല്ലേ? അത് നമുക്ക് വിടാൻ പറ്റില്ലല്ലോ നിങ്ങൾ പറഞ്ഞ സുതി അവൻ ഏതാടാ? ഒരു പുലിവാല് കേസാണ്. ആ അത് മനസ്സിലായി. അല്ലെങ്കിൽ എന്തായാലും പുലിവാല് വരുമ്പോഴല്ലേ നീയൊക്കെ നമ്മളെ വിളിക്കത്തുള്ളൂ. ആദ്യം കാര്യത്തിലേക്ക് വാ. ആ സുതി അവൻ ആള് പുലിയായിരുന്നു, ഇപ്പം വേറെ വലിയായി. അവനും നമ്മളെ ഈ ഫീൽഡിലുള്ളത് തന്നെയായിരുന്നു. അവൻ ആദ്യം ഞങ്ങളെയൊക്കെ ഷോർട്ട് ഫിലിമിൽ അഭിനയിപ്പിക്കാന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് തുടങ്ങി. നമ്മൾ അതിൽ ആഡ് ചെയ്തു. അവൻ്റെ ഉദ്ദേശം അതല്ലായിരുന്നു. അവൻ ഗ്രൂപ്പിൽ നിന്ന് ഒരു പെണ്ണിനെ കമ്പനി അടിച്ച് അവളുമായി കിട്ടത്തില്ലേ? പക്ഷെ നമുക്ക് വിട്ടുകൊടുക്കാൻ പറ്റൂ. സഹിക്കാവുന്നപ്പോൾ ഞങ്ങൾ പ്രതികരിച്ചു. അതിനവ അവളെയും കൊണ്ടുവന്ന് ഞങ്ങൾ അടിച്ചൊതുക്കി. അവൻ ഒരുത്തനാണെങ്കിലും അവൻ്റെ പൗരുഷം വേറെയാ. എന്തൊക്കെയാണെങ്കിലും നമ്മൾ ആരാണെന്ന് അവനെ അറിയിക്കണം. അതിനെന്താ കളിയാ, അവനെ നല്ല രീതിക്ക് അറിയിക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയ അത് നമുക്ക് പറ്റിയ പോലെയാ. നമ്മളാ പഴയ സൗഹൃദം വീണ്ടെടുക്കണം ഈ വരവോടുകൂടി. ഹലോ. ഞാൻ പറഞ്ഞ ഓഡീഷനിൽ സുധി പോയി അറ്റൻഡ് ചെയ്തില്ലായിരുന്നു. ചെയ്തിരുന്നു. അവരിപ്പോൾ എന്നെ വിളിച്ചിരുന്നു. സുധിയുടെ പെർഫോമൻസ് വളരെ മോശമായിരുന്നു എന്നാണല്ലോ അവർ പറഞ്ഞത്. സാധാരണ അങ്ങനെ വരില്ലല്ലോ, എന്തു പറ്റി? അത് എനിക്ക് കുറച്ച് ദിവസമായിട്ട് തീരെ സുഖമില്ല, അതുകൊണ്ടാണ്. ആണോ? കുഴപ്പമില്ല. പുതുമുഖങ്ങളെ വെച്ചുള്ള പടത്തിൽ സുധി സെലക്റ്റഡ് ആണല്ലോ. അതിൽ നന്നായിട്ട് പെർഫോം ചെയ്താൽ മതി. ഓക്കെ ഓക്കെ. നിനക്ക് എന്താണ് പറ്റിയേ? ഞാൻ ഇതുവഴി പോകുമ്പോൾ പലപ്പോഴും നിന്നെ കാണാറുണ്ട്. ആ പെണ്ണെവിടെ? എനിക്കറിയില്ല. അയ്യടാ, കള്ളനെ പോലെ ഇരിക്കുന്നുണ്ടല്ലേ, ഒന്നും അറിയാത്ത പോലെ. നീ അല്ലെങ്കിലും ഇങ്ങനെ തന്നെയാ. സ്കൂളിൽ പഠിക്കുമ്പോഴേ ഓരോന്ന് ഒപ്പിച്ച് വെച്ചിട്ട് പിന്നെ ഒരു ഇരിപ്പ, ഒന്നും അറിയാത്ത പോലെ. നിന്നെ ഞാനോട് പ്രതീക്ഷിച്ചില്ല. നിനക്ക് സുഖമല്ലേ? നിന്റെ കല്യാണാലോചനക്ക് എന്തായി? എനിക്കിപ്പോൾ കല്യാണത്തിന് താല്പര്യമൊന്നുമില്ലടാ. വീട്ടുകാരോടൊന്നും പറഞ്ഞാലൊന്നും കേൾക്കില്ല. അച്ഛനാണെങ്കിൽ വീടാന്തരം കയറിയിറങ്ങി നടക്കുക ആലോചനയ്ക്ക്. അങ്ങേർക്കാണെങ്കിൽ പുറത്തുനിന്നൊരു ബ്രോക്കറും വേണ്ട. എല്ലാം അങ്ങേര് തന്നെയാ ചെയ്യുന്നത്. ഈ ബാധ്യത ഒഴിഞ്ഞു കിട്ടണം, അത്രേ ഉള്ളൂ. അത് പോട്ടെ, നിന്റെ കാര്യം പറ. നിന്റെ കാമുകി എന്ത് ചെയ്യുന്നു? അവളെൻ്റെ കാമുകിയൊന്നുമില്ല. അപ്പൊ എന്റെ കണ്ണിന്റെ ഉഴപ്പാണോ? കാണുന്നതെല്ലാം കാമുകരാണ്. ഡാ, നീ പൊട്ടം കളിക്കല്ലേ. നമ്മളൊന്നിച്ച് സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ട് നിന്നെ ഞാൻ കാണാൻ തുടങ്ങിയതല്ലേ. പിന്നെന്തിനാ നീ പിന്നെ ഓരോന്ന് ഒളിപ്പിക്കുന്നെ? നീ ആകെ മാറിപ്പോയി. നീ എന്നാ ബാറിന്ന് കുടിച്ച് ലക്കില്ലാതെ ഇറങ്ങി വന്നത് ഞാൻ കണ്ടായിരുന്നു. ഇപ്പൊ നീ കുടിയും തുടങ്ങിയല്ലേ? ഇല്ല, ഏയ് ശരി, ഞാൻ നിന്നെ വിളിക്കാവേ. മോനേടാ, എന്നോടൊന്നും ഒളിപ്പിക്കല്ലേ. ഒന്നുമില്ലെങ്കിലും ഞാൻ നിന്റെ പഴയ ക്ലാസ്മേറ്റ് അല്ലേ. അപ്പൊ ഇതായിരുന്നു നിന്റെ പ്രശ്നമല്ലേ? ഡാ, നീ ഒരു കലാകാരനല്ലേ? എന്നിട്ട് ഇതാണോ വേണ്ടത്? നിന്റെ റീൽസൊക്കെ ഞാൻ കാണാറുണ്ട്.
അതൊക്കെ എനിക്ക് വലിയ ഇഷ്ടം. പക്ഷെ ഒരു പെണ്ണിന് വേണ്ടി നീ കാണിക്കുന്ന കോമാളിത്തരത്തിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. കലയെ സ്നേഹിക്കുന്നവർ എല്ലാ പ്രശ്നങ്ങളും അഭിമുഖീകരിക്കണം. അല്ലാതെ ഇത്തരം ചീപ്പ് പരിപാടികളായിട്ട് നടന്നിട്ട് കാര്യമില്ല. ഇതൊന്നും ഒരു നല്ല കലാകാരന് പറ്റിയതല്ലടാ. നമ്മുടെ പഴയ സുഹൃത്തുക്കളൊക്കെ നിനക്ക് സപ്പോർട്ടായിരുന്നില്ലേ? നിന്റെ ആ പഴയ മുഖം നമുക്ക് കണ്ടേണ്. എടാ, ഏതോ ഒരുത്തിക്ക് വേണ്ടി നിന്റെ സമയം പാഴാക്കാതെ നിന്റെ ഡ്രീമിലേക്ക് പോടാ. എടാ, നിന്നെ കൊണ്ട് പറ്റും. നീ ശ്രമിക്കൂ. I think the girls with their nails done now. Girls with their nails done. I think the girls with their nails done. Girls with their ഹലോ. എടാ, ഞാൻ അശ്വതിയാ. നീ എവിടാ? ആ അശ്വതി, ഞാൻ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യാ. ആരെ ഇടിക്കാനാ നീ ഇപ്പോ ജിമ്മിൽ പോയി വീർപ്പിക്കുന്നേ? നിന്നെ അടിക്കാൻ. എന്നെ ഇടിച്ചാ നീ വിവരം അറിയും. നീ എന്താ വിളിച്ചേ? ഒന്നുമില്ല, ഞാൻ ചുമ്മാ നീ ഫ്രീ ആണോന്നറിയാൻ വിളിച്ചാ. ഓക്കെ, നീ എപ്പോഴാ ഫ്രീ ആവുന്നേ? ഞാൻ വൈകിട്ട് ഫ്രീയാ. എന്നാ ഞാൻ വൈകിട്ട് റോക്ക്ലാൻഡ് വരുന്നുണ്ട്. നമുക്ക് അവിടെ വെച്ച് കാണാം. ഓക്കെ, കാണാം. അവിടെ എന്താ വിശേഷിച്ച്? ഞാൻ എന്റെ ലവറും ഒത്ത് ഒന്ന് സൊള്ളാൻ വരുന്നതാ. അപ്പൊ നീയും കൂടെ ഉണ്ടെങ്കിൽ നിന്റെ അടുത്ത് സൊല്ലാം. ലവ്വറും? എടാ പൊട്ടാ, ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ നിന്നെ വിളിക്കാം. നീ ആദ്യം വാ. ശരി. ഹലോ. നിന്റെ ടെൻഷനൊക്കെ മാറിയോടാ? എന്താ സീക്രട്ട്? സീക്രട്ടോ? സീക്രട്ട് ഒന്നുമില്ല. അല്ല, ഏതോ കാമുകനും കാണുമെന്നല്ലേ പറഞ്ഞു. കാമുകൻ കപ്പലണ്ടി മേടിക്കാൻ പോയി കൊറിക്കാൻ. എന്തെങ്കിലും നുണ പറഞ്ഞ അങ്ങ് വിശ്വസിച്ചോളൂ പൊട്ട. ഇവിടെ നല്ല വൈബാണ്. ഞാനും ഫ്രണ്ട്സും ഒക്കെ ഇടയ്ക്ക് വരാറുണ്ട്. ഇന്ന് നിന്നോടൊപ്പം ഒന്നിരിക്കണമെന്ന് തോന്നി വന്നു. ഇങ്ങനെ നല്ല വൈബിലിരിക്കുമ്പോഴല്ലേ മനസ്സൊക്കെ ഒന്ന് തണുക്കുന്നേ. സത്യത്തിൽ നിന്നെ ആ ബാറിന്റെ ഫ്രണ്ടിൽ വെച്ച് കണ്ടപ്പോ അതെന്റെ മനസ്സിൽ നിന്ന് പോകുന്നില്ല. നീ ഇത്ര സന്തോഷമായിട്ടാ പൊക്കോണ്ടിരുന്നേ. പെട്ടെന്ന് ഇങ്ങനെയൊക്കെ ആയപ്പോ എന്നെ അത് ഹേർട്ട് ചെയ്തു. അതൊക്കെ പോട്ടെ, എന്താ നിന്റെ അടുത്ത പരിപാടി? ഓരോ പ്രതീക്ഷകളുണ്ട്. ഞാൻ മുമ്പ് പരിചയപ്പെട്ടൊരു പ്രൊഡക്ഷൻ കൺട്രോളർ എനിക്കൊരു ചാൻസ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല ക്യാരക്ടറാണ്. അതിൻ്റെ ഷൂട്ട് ഉടനെ തുടങ്ങാൻ പോവാ. ഇന്നലെ എന്നെ വിളിച്ചിരുന്നു. കൺഗ്രാറ്റുലേഷൻസ്. പൊളിച്ചു മോനെ, ചിലവുണ്ട്. പിന്നെ ഈ ലൊക്കേഷനൊക്കെ എവിടാ? ലൊക്കേഷൻ കുറച്ച് ലോങ്ങാ. വള്ളുവൻകോട്. വള്ളുവൻകോട് നല്ല ദൂരം ഉണ്ടല്ലോ. ഞാനൊരു കാര്യം പറയട്ടെ. പറ. എനിക്ക് ഈ ആർട്ടിസ്റ്റുകളെയൊക്കെ വലിയ ഇഷ്ടമാണ്. അവര് വലിയ പോരാളികളെന്ന് അമ്മ പറയാറുള്ളത്. നമ്മുടെ കണ്ണും കാതും മനസ്സും ഒക്കെ അവരിൽ ലയിപ്പിക്കാനുള്ള അവരുടെ കഴിവില്ലേ, അത് വേറെ ലെവലാ. സുതി പോകുമ്പോ എന്നെ കൂടെ കൊണ്ടുപോവോ? ഈ ഷൂട്ടിംഗ് ലൊക്കേഷനൊക്കെ നേരിട്ട് കാണണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. പിന്നെ ഈ ആർട്ടിസ്റ്റുകളായിട്ട് ഫോട്ടോസൊക്കെ എടുക്കാമല്ലോ. എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ അശ്വതിയുടെ വീട്ടുകാർ സമ്മതിക്കൂ?
ഞാൻ ഈ ഫ്രണ്ട്സുമായിട്ട് ഇടയ്ക്ക് ടൂറൊക്കെ പോകാറുള്ളതാ. അപ്പൊ അതുപോലൊരു ട്രിപ്പാണെന്ന് അവരോട് പറഞ്ഞിട്ട് ഞാനിങ്ങ് ഇറങ്ങും. അത്രേ ഉള്ളൂ. അവര് സമ്മതിക്കും. എനിക്ക് ഈ യാത്ര പോകാനൊക്കെ വലിയ ഇഷ്ടമാണ്. ആഹാ. ഷൂട്ട് ഒരു 2 വീക്കോടുകൂടി സ്റ്റാർട്ട് ചെയ്യും. അതിന് കുറച്ച് ദിവസം മുന്നേ ഞാനങ്ങ് പോവും. അപ്പോൾ അശ്വതിയും കൂടെ. ഓക്കെ. ഇതിലെങ്കിലും ഒരു പ്രതീക്ഷയ്ക്ക് സാധ്യത ഉണ്ടാടാ. ഇയാൾ ഒത്തിരി സിനിമയിൽ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. കൂടുതലും പുതുമുഖങ്ങൾക്ക് അവസരം കൊടുക്കുന്ന ആളെന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത്. എന്തായാലും നമുക്ക് സംസാരിച്ച് നോക്കാം. നീ വാ. ചേട്ടൻ പുതുതായിട്ട് വർക്ക് ചെയ്യാൻ പോകുന്ന സിനിമയുടെ കാസ്റ്റിംഗ് കോൾ ഞങ്ങൾ കണ്ടിരുന്നു. അതിൽ പുതുമുഖങ്ങൾ ആവശ്യമുണ്ടെന്നല്ലേ കൊടുത്തിരുന്നത്? അതാ ഞങ്ങൾ വന്നത്. ഞങ്ങൾ അഭിനയിക്കും. ഞങ്ങൾ പുതിയ ഷോർട്ട് മൂവിയൊക്കെ ചെയ്യാൻ പ്ലാനിട്ടതാ. പക്ഷേ ചില സാഹചര്യം കൊണ്ട് നടന്നില്ല. ഈ ഓഡിഷനിൽ പങ്കെടുത്തവരെല്ലാം നിങ്ങളെപ്പോലുള്ളവർ തന്നെയാണ്. ആ, പിന്നെ ഇതിൽ ഓൾറെഡി ഫൈനൽ കാസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞു. ഇപ്പോൾ ഞാൻ മുഖാന്തരം ഈ മൂവിയിൽ ക്യാരക്ടർ വേഷം കിട്ടിയിരിക്കുന്നത് ഈ പ്രദേശത്ത് തന്നെ താമസിക്കുന്ന സുധീപ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനാണ്. ഈ സുദീപ് എന്ന് പറയുമ്പോൾ റീൽസ് ഒക്കെ ചെയ്യുന്ന ആളല്ലേ? ആ തന്നെ. അറിയോ ഇയാളെ? ആ അറിയാം. ഇവൻ്റെ റീൽസൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷേ നേരിട്ട് പരിചയമില്ല. ഷൂട്ട് എന്നാ സ്റ്റാർട്ട് ചെയ്യുന്നത്? 2 ആഴ്ച കഴിഞ്ഞ് തുടങ്ങും. ലൊക്കേഷനൊക്കെ എവിടെയാട്ടാ? ഷൂട്ടിൻ്റെ ഫസ്റ്റ് ഷെഡ്യൂൾ വള്ളുവങ്കോടാണ്. അപ്പോൾ ഞങ്ങൾ ഇറങ്ങട്ടെ. ശരി. ആ ശരി. എന്തായാലും അടുത്ത ഷെഡ്യൂളിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. 1 മാസം കഴിഞ്ഞ് എന്നെ ഒന്നൊന്ന് കണ്ടാൽ മതി. ശരി. അവൻ ഇതോടുകൂടി ഒതുങ്ങിയെന്നാണ് ഞാൻ കരുതിയത്. നമ്മുടെ കണക്കുകൂട്ടലെല്ലാം തെറ്റിയല്ലോടാ. അവൻ ഇതിലും കയറി കൊത്തുമെന്ന് വിചാരിച്ചില്ല. ഒരുത്തി പോയാലെന്താ? അതിനേക്കാളും ആഗ്രഹിച്ചത് അവന് കിട്ടിയില്ലേ? ഇത് നമ്മുടെ ഒരു അവസരമായിട്ട് കാണണം. അവനെ കൊടുക്കാനുള്ള അവസരം. അവൻ ഈ സിനിമ അഭിനയിക്കരുത്. വാ. എങ്ങനെയുണ്ട് സ്ഥലം? സിനിമയ്ക്ക് പറ്റിയ ലൊക്കേഷൻ തന്നെ. ലൊക്കേഷൻ ഇതല്ല. ഇവിടെ നിന്ന് 5-6 കിലോമീറ്റർ ഉണ്ട് ലൊക്കേഷനിലേക്ക്. ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കൺട്രോളർ റൂം സെറ്റ് ചെയ്ത് തരും. അതുവരെ തങ്ങാനൊരു വീടാണ് നമുക്ക് വേണ്ടത്. AC ഉള്ള വീട് തന്നെ വേണം. എനിക്ക് AC ഇല്ലാതെ പറ്റില്ല. കോഴി കെട്ടിത്തൂക്കിയിടേണ്ടി വരും. നിന്നെ ഒറ്റയ്ക്ക് കെട്ടിത്തൂക്കിയിടാൻ എനിക്ക് പറ്റില്ല. 2 ലോഡും കാര്യം കൂടെ വിളിക്കേണ്ടി വരും. സുദീപ് അല്ലേ? അതെ. എന്നെ അറിയൂ? ഞാൻ സുദീപിൻ്റെ റീൽസൊക്കെ കണ്ടിട്ടുണ്ട്. അന്ന് കൂടെ വേറൊരു പെൺകുട്ടിയായിരുന്നല്ലോ. അവള് വേറൊരു സിനിമയുടെ ഷൂട്ടുമായിട്ട് തിരക്കില്ല. എൻ്റെ പേര് രാഹുൽ. ഞാനിവിടെ അടുത്താണ് താമസിക്കുന്നത്. ആ, ഇതാരാ? ഇതെൻ്റെ ഫ്രണ്ടാ. പിന്നെ നമുക്കൊരു വാടക വീട് തരപ്പെടുത്തി തരാൻ പറ്റുമോ? എന്തായാലും നിങ്ങളെൻ്റെ മുന്നിൽ വന്ന് പെട്ട സമയം കൊള്ളാം കേട്ടോ. വാടക വീടൊന്നും ഇല്ല ഇവിടെ. പിന്നൊരു പഴയ വീടുണ്ട്. പഴയത് മതി, കുഴപ്പമില്ല. ഇപ്പോൾ 1 കൊല്ലത്തോളം അത് അടച്ചിട്ടേക്കുക. എൻ്റെ മാമൻ്റെ വീടായിരുന്നു. അങ്ങയുടെ മോക്ക് വേണ്ടിയിട്ട് 2ാമത് കൊട്ടാരം പോലൊരു വീട് വെച്ചു. മോളുടെ കല്യാണത്തിന് ശേഷം പിന്നെ കുടുംബസമേതം അങ്ങോട്ട് മാറി. ഇപ്പം അത് വിൽക്കായിട്ടേക്കുക. കുഴപ്പമില്ലെന്ന്. അത് വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് സെറ്റാക്കി തരാം. നമുക്ക് 1-2 ആഴ്ചത്തേക്ക് മതി. ഒരു സിനിമയുടെ ഷൂട്ടുമായി ബന്ധപ്പെട്ട് ഇവിടെ വന്നതാ. ഷൂട്ട് ഇവിടെ അടുത്താ. അതുവരെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോകണം. ആ, ഷൂട്ട് തുടങ്ങും വരെ ഉള്ള ഒരു അഡ്ജസ്റ്റ്മെൻ്റ് അല്ലേ? നിങ്ങളിപ്പോൾ സ്ഥിരമല്ലല്ലോ, അതുകൊണ്ട് ഞാൻ സെറ്റാക്കി തരാം. അപ്പോൾ ഇന്ന് തന്നെ കയറി ഇങ്ങ് താമസിച്ചു. ഓക്കെ? ആ ഓക്കെ. അപ്പോൾ ഇതാണ് വീട്. വാ. കൊള്ളാം അല്ലേ?
നിങ്ങൾക്ക് അകത്തുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട്. ആ. ആരും താമസിക്കാത്തതുകൊണ്ട് വീട് പൊടിയും മാറാലയും പിടിച്ച് കിടക്കുകയാണെന്ന് വിചാരിക്കൊന്നും വേണ്ട. ഞാൻ ഇടയ്ക്ക് വന്ന് ക്ലീൻ ചെയ്യാറുണ്ട്. ആ. വാ, താക്കോല്. നാ, ഞാൻ പോയിട്ട് 2 ദിവസം കഴിഞ്ഞ് വരാം. അഡ്വാൻസ് അപ്പം മതി. അപ്പം നിങ്ങൾ ധൈര്യമായിട്ട് അങ്ങോട്ട് കയറിക്കും. എന്തായാലും നമുക്ക് വീടന്വേഷിച്ച് ഒരുപാട് നടക്കേണ്ടി വന്നില്ല. രാഹുലിനെ കാണാൻ പറ്റി തന്നെ വലിയ ഉപകാരമായി. എന്തായാലും നിങ്ങൾ ഐശ്വര്യമായിട്ട് അങ്ങോട്ട് കയറിക്കും. ഓക്കെ. അതെ, നിങ്ങൾ കപ്പിൾസാണോ? അതെ, ഞങ്ങൾ കപ്പിൾ തന്നെയാ. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? കുഴപ്പമൊന്നുമില്ല. എന്തായിരുന്നു മോശമായിപ്പോയി. നീ എന്താ പറഞ്ഞ? കപ്പിൾസ് ഒന്നും? പിന്നെ ഞാൻ അവനോട് എന്താ പറയണ്ടേ? അവിടെ വെച്ച് ഞാൻ അവനെ ശ്രദ്ധിക്കുക. നീ കേട്ടതല്ല അവൻ്റെ ഒരു സംസാരം. എനിക്കങ്ങ് ചൊറിഞ്ഞു വന്നത്. ചിരിതനൊക്കെ പ്രതികരിക്കാൻ പോയാൽ പിന്നെ നമുക്ക് അതിനെ സമയം കാണും. നീ വാ, നമുക്ക് അകത്തേക്ക് കയറാം. ഡേയ്, നിങ്ങളുടെ സ്ഥിരം താമസിക്കാൻ വന്നവരാണോ? ഇല്ല, നമ്മളോട് അടുത്തൊരു ഷൂട്ടിന് വേണ്ടി വന്നതാ. ഷൂട്ട് തുടങ്ങും വരെ കുറച്ച് ദിവസത്തേക്ക് ഞങ്ങളവിടെ കാണും. രാഹുലാണോ നിങ്ങൾ ഇവിടെ എത്തിച്ചത്? ആ, അതെ. അവനവൻ്റെ കൂട്ടുകാരും പകൽ സമയം മുഴുവൻ ഇവിടെ ഉള്ളോടിയാ. പക്ഷെ രാത്രി ആവുന്നതിനും എസ്കേപ്പ് ആവും. നിങ്ങൾക്കൊന്നും തോന്നരുത്. നിങ്ങളെ ഇവിടെ നിന്ന് പായിച്ചു കളയാൻ പറയുന്നതല്ല. ഈ വീടും പരിസരമൊക്കെ നാട്ടുകാർക്കൊരു ഭീഷണിയാണ്. രാത്രി സമയങ്ങളിൽ ഈ വീടും പരിസരവും വല്ലാത്തൊരു ഒച്ചയും ബഹളവുമാണ്. ഇതൊക്കെ നാട്ടുകാർ പറയുന്നതാ. പക്ഷെ ഞങ്ങൾക്ക് ഇതിനോടൊന്നും വിശ്വാസമൊന്നുമില്ല. മുൻപൊരു ഫാമിലി വന്നായിരുന്നു ഇവിടെ. ഈ നാട്ടുകാരെന്തൊക്കെയോ ഓരോന്ന് പടച്ചു വിട്ട് അവരെ ഇവിടെ നിന്ന് ഓടിച്ചു വിട്ടു. ഞങ്ങളൊരു സൂചന നൽകിയെന്നേ ഉള്ളൂ. നിങ്ങൾ പേടിക്കുകയൊന്നും വേണ്ട. ദൈവത്തെ പ്രാർത്ഥിച്ച് ധൈര്യമായിട്ട് കയറിക്കോ. ഇനി ഇവിടെ അടുത്തങ്ങ് വേറെ വാടക വീടില്ല. അപ്പോൾ ഞങ്ങൾ പോട്ടെ. അവർ പറഞ്ഞതിൽ എന്തെങ്കിലും സത്യമുണ്ടോ? എൻ്റെ വീട്ടുകാർക്കൊക്കെ ഇതിലൊക്കെ വിശ്വാസമാണേ. അപ്പോൾ നീ ഇതിലൊക്കെ വിശ്വസിക്കുന്നുണ്ടെന്ന് അർത്ഥം. ഈ വീടിനെ പറ്റി നാട്ടുകാരൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ പിന്നെ നമുക്കതൊക്കെ അങ്ങ് തള്ളിക്കളയാൻ പറ്റുമോ? ആ രാഹുൽ ഇതിനെപ്പറ്റി ഒന്നും പറഞ്ഞില്ലല്ലോ. അവൻ കള്ളനല്ലേ? അവൻ പറയോ? ഇക്കാലത്ത് ആരെങ്കിലും ഇതൊക്കെ വിശ്വസിക്കുമോ? കൊച്ചു കുട്ടികൾ പോലും വിശ്വസിക്കില്ല. നീ ആവശ്യമില്ലാത്തൊന്നും ചിന്തിക്കണ്ട. ധൈര്യമായി. ഉറങ്ങിയില്ലേ? എനിക്കെന്തോ ഉറക്കം വന്നില്ല. ഓ, പേടിച്ചിട്ടായിരിക്കും. എനിക്ക് പേടിയൊന്നുമില്ല. എനിക്ക് പേടിയുണ്ട്. നിന്നെ എന്നെ പേടിക്കാൻ ഞാനെന്താ പ്രേതവാ? അതെ, നീ എൻ്റെ ചോര ഊറ്റി കുടിക്കുമോന്നൊരു പേടി എനിക്കുണ്ട്. നീ എന്നെ ഊറ്റി കുടിക്കാതിരുന്നാൽ മതി. നീ പോയി കിടന്നുറങ്ങും. നാളെ നമുക്ക് 1-2 സ്ഥലങ്ങളൊക്കെ കാണാൻ പോകാം. ആണോ? നമ്മളെവിടെ പോകുന്നേ? അതൊക്കെ ഞാൻ കൊണ്ടുപോയിക്കോളാം. നീ പോയി കിടന്നുറങ്ങും. ഓക്കെ, ഉറങ്ങാം. ഗുഡ് നൈറ്റ്.